നമസ്കാരം. ചിലത് പറയാതെ പോകാൻ കഴിയില്ല. 2023 അവസാനിച്ച് 2024 തുടങ്ങുമ്പോൾ പുതുവർഷാരംഭത്തിൽ പലപ്പോഴും പല കണക്കുകൂട്ടലുകളിലാണ് രാഷ്ട്രീയക്കാരടക്കം. ജീവിതത്തിൽ പലർക്കും ഉണ്ടാകാവുന്ന കണക്കുകൂട്ടലുകൾ പോലെ തന്നെ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയത്തിനും അത്തരത്തിൽ ചില കണക്കുകൂട്ടലുകൾ കൂടി ബാക്കിയുണ്ട്. പക്ഷേ ചില കണക്കുകൂട്ടലുകൾ തെറ്റാറുണ്ട് പലപ്പോഴും. നമുക്കറിയാം, ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് വരുന്നത്. മറ്റൊന്ന്, അന്ന് കിട്ടിയത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 19ഓളം സീറ്റുകൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് UDF രംഗത്തെത്തുന്നത്. മറ്റൊന്ന്, ഒരു സീറ്റെങ്കിലും തരപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് BJP 2024 നോക്കിക്കാണുന്നത്. ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, സർക്കാരും ഗവർണറുമായിട്ടുള്ള പോര് നടക്കുന്നു, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നടക്കുന്നു, ഇടതോട്ട് ചാരാൻ കാത്തിരിക്കുന്ന കോണി, അതായത് മുസ്ലിം ലീഗ് ഉണ്ടാകുന്നു, കോൺഗ്രസിനകത്ത് തന്നെ ചക്കളത്തിൽ പോര് നടക്കുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. രാഷ്ട്രീയ കേരളത്തിൽ 2024 എന്ന് പറയപ്പെടുന്നത് എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെ പറയാം. നമുക്കറിയാമല്ലോ, ഈ ഒറ്റയ്ക്കായി പോയ പിണറായി വിജയന് ചുറ്റും മാത്രം ഇങ്ങനെ കറങ്ങുകയാണ് കേരള രാഷ്ട്രീയമെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ അച്ചുതണ്ട് എന്ന് പറയപ്പെടുന്നത് പിണറായി വിജയനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPM-നും ഒപ്പം തന്നെ കോൺഗ്രസിനും നിർണായകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം 2019 ക്ഷീണം എന്ത് വില കൊടുത്തും തീർത്തേ മതിയാകൂ എന്നുള്ള ഒരവസ്ഥയിലാണ് CPM. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നവകേരള സദസ്സ് കൊണ്ട് തുടക്കം കുറിക്കാമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു CPM. എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ എന്ന് നമ്മൾ കണ്ടതാണ്. സർക്കാരിന് മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ കേരള പര്യടനം അവസാനിച്ചപ്പോൾ അത് കോൺഗ്രസിനൊരു രാഷ്ട്രീയ ഊർജം കിട്ടിയ അവസ്ഥയിലാണ് എന്ന് ചിലപ്പോൾ വേണമെങ്കിൽ പറയാം. കാരണം കാര്യങ്ങൾ അത്തരത്തിലാണ്. സമരങ്ങളില്ലാതെ മരവിച്ചു കിടന്ന KSUവും സംഘടനാ തിരഞ്ഞെടുപ്പ് വിവാദത്തിൽ കുഴഞ്ഞു മറിഞ്ഞു നിന്ന യൂത്തന്മാരും, അതായത് യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ഈ രണ്ടാം പിണറായി സർക്കാരിനെതിരെ കാര്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്ന് തന്നെ പറയാം. അത് വിജയിപ്പിച്ചെടുക്കുവാനും സാധിക്കാതിരുന്നതും അവിടെയാണ് ഈ കോൺഗ്രസ് സടകുടഞ്ഞെഴുന്നേറ്റ ഒരു ഞെട്ടൽ ഇപ്പോൾ ഉണ്ടായത്. അത് CPM-നാണ് ആ ഞെട്ടൽ ഉണ്ടായത്. വികസന നേട്ടങ്ങളും ജനകീയ പദ്ധതികളുമൊക്കെ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നവകേരള സദസ്സ് ആരംഭിച്ചത്. മാധ്യമങ്ങളിലൂടെ നവകേരള സദസ്സിനെക്കുറിച്ച് അതിന് സദസ്സിന് കിട്ടിയിട്ടുള്ള ചില നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെന്ന് വിലയിരുത്തലിലാണ് CPM-ലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. ആ പ്രതിസന്ധിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്ന് പറയപ്പെടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വരിഞ്ഞു മുറുക്കലാണെന്ന വാദമാണ് പാർട്ടി ജനങ്ങൾക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കലാണെന്ന ഒരു വാദം, ഒരു പാർട്ടി വാദം, അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ നവകേരള സദസ്സിന് കഴിഞ്ഞു അല്ലെങ്കിൽ സാധിച്ചു എന്നുള്ളൊരു വിലയിരുത്തലാണ് CPM-ൻ്റെ നേതൃത്വത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് CPM ഇപ്പോൾ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. DYFI ഈ വരുന്ന ജനുവരി മാസം 20 സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയോടുകൂടി അവരുടെ പാർട്ടി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും കടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 2 പതിറ്റാണ്ടോളം CPM-നെ തിരഞ്ഞെടുപ്പുകളിൽ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ മികവിനെ അളക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി വേണമെങ്കിൽ ഇത് വിലയിരുത്തപ്പെടും. ഇടതുമുന്നണിയിൽ CPI-യും ഒരു നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ജീവൻ മരണ പോരാട്ടം നടത്തേണ്ട തിരഞ്ഞെടുപ്പിലാണ് കാനം രാജേന്ദ്രൻ്റെ അഭാവം ഉണ്ടായിരിക്കുന്നത്. ആ കാനം രാജേന്ദ്രൻ്റെ അഭാവം മുന്നണിക്ക് വലിയ വെല്ലുവിളി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. തിരഞ്ഞെടുപ്പ് ഗോധയിൽ പരിചിതനാണ് എങ്കിലും ബിനോയ് വിശ്വം എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സംഘടനാ തലപ്പത്ത് ഒരു പുതുമുഖമാണ് എന്ന് പറയേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടവും വലവും കരുത്തായി നിന്ന 2 പേർ, കോടിയേരി ബാലകൃഷ്ണനും കാനം ഇല്ലാതെയാണ് വിജയൻ കളത്തിലിറങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പിണറായി വിജയൻ്റെ വെല്ലുവിളിയും ഇതുതന്നെയാണ്. ഇവിടെയാണ് വിജയൻ ഒറ്റയ്ക്കായി പോകുന്നത്. പിണറായി വിജയൻ ഒറ്റയ്ക്കായി പോകുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും മാത്രം കറങ്ങുന്ന ഒരു രാഷ്ട്രീയമായി കേരള രാഷ്ട്രീയം മാറുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ അച്ചുതണ്ട് എന്ന് പറയപ്പെടുന്നത് പിണറായി വിജയനാണ് എന്ന് പറയപ്പെടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. എല്ലാ ആരോപണങ്ങളും ചെന്നെത്തുന്നത് പിണറായി വിജയന് നേരെയാണല്ലോ. എല്ലാ ആരോപണങ്ങളുടെയും കുന്തമന എന്ന് പറയപ്പെടുന്നത് പിണറായി വിജയനാണ്. പോലീസിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ, കൂടാതെ മകൾ വീണ വിജയനെതിരായിട്ടുള്ള വളരെ വലിയ ആരോപണങ്ങൾ, ലൈഫ് മിഷനിലെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു, സർക്കാരിൻ്റെ ധൂർത്തിനെക്കുറിച്ചുള്ള വിവാദങ്ങളുണ്ടാകുന്നു, സർവകലാശാല VC നിയമനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇവയൊക്കെ
കഴിഞ്ഞ വർഷം പ്രതിപക്ഷം ഉന്നയിച്ചുള്ള പ്രധാന വിഷയങ്ങളായിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിക്കാനുള്ളതായിരുന്നു എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം. മറ്റൊരാരോപണത്തിനും ഏറെ നാൾ ആയുസ്സില്ല എന്നും മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മാത്രമാണ് ചർച്ചാ പ്രാധാന്യം കിട്ടുന്നതെന്നും പ്രതിപക്ഷം മനസ്സിലാക്കിയെടുത്ത് നിന്നാണ് അവർ പുതിയ കരുക്കൾ നീക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതിനാൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വർഷത്തിലും 2024-ലും പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് തന്നെയാകും കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളെന്ന് പറയേണ്ടി വരും. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തോടുള്ള ചുരുക്കുമാറാത്ത ഒരു കേന്ദ്രമാണ് ഉള്ളത് എന്നും ഇനിയും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമെന്നും അറിയില്ല എന്നാണ്. അതായത് 2024 പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത് ഇതാണ്. മറുവശത്തെ സമരങ്ങളിലേക്ക് തിരിച്ചു വന്നുവെങ്കിലും കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ പഴയ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് പറയാം. KPCC പ്രസിഡന്റ് K. സുധാകരനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും രണ്ട് തട്ടിൽ നിന്ന് മത്സരിക്കുന്നവരാണെന്ന് പറയേണ്ടി വരും. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഗ്രൂപ്പ് പോര് കടക്കുന്ന ശീലം അത് ഇത്തവണയും കോൺഗ്രസിനകത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതാവും ACCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിന് കേരളത്തിലേക്ക് ഒരു കണ്ണുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2016 മുതൽ അതുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ശേഷം നാഥനില്ലാ കളരിയായ A ഗ്രൂപ്പിൻ്റെ തളർച്ച മുതലെടുത്തുകൊണ്ട് KC വേണുഗോപാൽ കേരളത്തിലേക്കൊരു ലാൻഡിങ്ങിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇത് മുൻകൂട്ടി കണ്ട മറ്റു ഗ്രൂപ്പ് നേതാക്കൾ പ്രതിരോധ വലയങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത്, കൂടാതെ സീറ്റിനു വേണ്ടി പോരാട്ടം തുടങ്ങുന്നതുമൊക്കെ ഇത്തവണയും തുടർന്നേക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് കോൺഗ്രസ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. മാത്രമല്ല കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ ഒരു സമീപനം എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമെന്ന് 2024 പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങളിൽ ഒന്ന് ഇതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം തടഞ്ഞു വയ്ക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം വരെ നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ LDF നടത്തിയ സമരങ്ങളൊന്നും അങ്ങോട്ട് ഫലിച്ചില്ല. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമെങ്കിലും രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായത്. എന്നാൽ നവകേരള സദസ്സ് വേദികളിൽ, രൂക്ഷമായിട്ടുള്ള വേദികളിൽ പലപ്പോഴും വലിയ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിലൊക്കെ മുഖ്യമന്ത്രി കേന്ദ്രത്തെ വിമർശിച്ചിരുന്നു. ഇത് പക്ഷേ വരാൻ പോകുന്ന വെടിക്കെട്ടിനുള്ള സൂചനയായി വേണമെങ്കിൽ കണക്കാക്കാം. അതേസമയം BJP എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ 2024 എന്തു ചെയ്യാൻ പോകുന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ തൃശ്ശൂർ, തിരുവനന്തപുരവും BJP ഉന്നം വയ്ക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ സീറ്റുകളാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറെക്കുറെ അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. 2024 കേരളത്തിലെ ആദ്യ പ്രധാന രാഷ്ട്രീയപരമായിട്ടുള്ള പരിപാടി എന്ന് പറയപ്പെടുന്നത് തൃശ്ശൂരിൽ നാളെ നടക്കാൻ പോകുന്നു. ക്ഷമിക്കണം, 3-ാം തീയതി നടക്കാൻ പോകുന്നു. നരേന്ദ്രമോദി പങ്കെടുക്കുന്ന BJPയുടെ റാലി. ശബരിമല BJPയുടെ ഇത്തവണത്തെയും പ്രധാന പ്രചരണ ആയുധമാക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. യുവതീ പ്രവേശന വിധിയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കോലാഹലങ്ങളുമൊക്കെ വോട്ടാക്കി മാറ്റുവാൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും, അതായത് കഴിഞ്ഞ വർഷം, പക്ഷേ അത് ഇത്തവണ ശബരിമലയിലെ തിരക്കും അതുമൂലമുണ്ടായിട്ടുള്ള മരണവുമൊക്കെ രാഷ്ട്രീയ പ്രചാരണത്തിന് ആയുധമാക്കും BJP എന്നുള്ള കാര്യത്തിലും സംശയമില്ല. യുവതീ പ്രവേശനത്തെക്കാൾ വിശ്വാസികൾക്കിടയിൽ വേണമെങ്കിൽ വളരെ വൈകാരികമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന, അത്തരത്തിൽ സാധിക്കുന്ന വിഷയമാണ് ഇപ്പോഴത്തത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് BJP. പക്ഷേ BJPയുടെ വിജയ സാധ്യതകൾ എന്ന് പറയപ്പെടുന്ന വളരെ വിരളമാണ്. സുരേഷ് ഗോപി ഇറക്കി കളിക്കുന്ന തൃശ്ശൂരിൽ തന്നെ അവിടെ CPIയുടെ VS സുനിൽകുമാറിനെയാണ് രംഗത്തിറക്കുന്നത്. ആ ഒരു നീക്കമാണ് CPI നടത്തിക്കൊണ്ടിരിക്കുക. കൂടാതെ TN പ്രധാൻ, അവിടുത്തെ MP എന്ന് പറയപ്പെടുന്നത്, അദ്ദേഹം തന്നെയായിരിക്കും കോൺഗ്രസിന് വേണ്ടി ഇറങ്ങിയേക്കുക. രണ്ടുപേരും തൃശ്ശൂരിൻ്റെ മണ്ണിൽ വളരെ കൃത്യമായി വേരോട്ടമുള്ള നേതാക്കന്മാരാണ്, രാഷ്ട്രീയ നേതാക്കന്മാരാണ് സുനിൽകുമാറും TN പ്രതാപനും. സുരേഷ് ഗോപിയെക്കാളും ചിലപ്പോൾ ഇവർ രണ്ടുപേരോടും തൃശ്ശൂർക്കാർക്ക് രാഷ്ട്രീയമായും വൈകാരികമായിട്ടുമുള്ള ഒരു ബന്ധമുണ്ട് എന്ന് പറയട്ടെ. ചുരുക്കത്തിൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ എടുക്കുന്നത് അത്ര എളുപ്പമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്, ഒരു ചോദ്യമുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ രംഗത്തിറങ്ങിയാൽ BJPക്ക് അവിടെയും നിലം തൊടാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അടക്കം പറയുന്നത്. പക്ഷേ അതിന് സാധ്യതയുണ്ടോ അതറിയില്ല, അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ പലപ്പോഴും സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ ഇവിടെ സ്വയം എടുത്തണിയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇവർക്ക് രക്ഷകനായി ഉണ്ട് എന്നുള്ളതാണ്.
പല ബില്ലുകളിലും അല്ലെങ്കിൽ തന്നെ സർവകലാശാലകളിലെ നിയമനങ്ങളിലടക്കം കൊമ്പ് കോർക്കുമ്പോൾ പോലും ഇവയോടൊക്കെ താതാത്മ്യം പ്രാപിക്കാതെ മുന്നോട്ട് പോകുന്ന ഗവർണർ സർക്കാർ പോര് 2024 രൂക്ഷമായേക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. നോട്ട് നിരോധനം മുതൽ അനുച്ഛേദം 370 വരെ ഈ വർഷത്തെ ഏറ്റവും സുപ്രധാന സുപ്രീം കോടതി വിധികളെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ചിലപ്പോൾ കേരളത്തിലെ തന്നെ മുന്നണി സംവിധാനങ്ങളിൽ, മുന്നണി സമവാക്യങ്ങളിൽ ഒക്കെ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അത് UDFിലെ പ്രധാന സഖ്യകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് ഇപ്പോൾ ഇടതുപക്ഷത്തേക്കൊരു നോട്ടമുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റല്ല എന്ന് പറയേണ്ടി വരും. കാരണം ലീഗിനെ UDFിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് CPM നേതാക്കൾ നടത്തുന്ന വലിയ ശ്രമങ്ങൾ അവ ചിലപ്പോൾ ഫലം കണ്ടേക്കാം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസിൽ നിന്ന് പ്രതിനിധി പോയാൽ അത് ലീഗ് കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് മനസ്സിലാക്കിയാണ് CPM ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി വലയെറിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് ഈ മുസ്ലിം ലീഗിന് വേണ്ടി. പക്ഷെ അവിടെ CPI ആണ് ഈ വിഷയത്തിൽ ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ പ്രതിബന്ധം എന്ന് പറയേണ്ടി വരും. കാരണം ഇടതുമുന്നണിയിലേക്ക് ലീഗ് എത്തിയാൽ അതോടുകൂടി CPIയുടെ രണ്ടാമത് സ്ഥാനം നഷ്ടപ്പെടുകയാണ്. ഇത് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങൾ CPIയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ കേരളത്തിലെ 2024 എന്ന് പറയപ്പെടുന്നത് സംഭവ ബഹുലമാകുമെന്നത് തീർച്ചയാണ്. കാരണം അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കാരണം 2024 നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്, ഏത് തരത്തിലാണ് അതിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. 2024 തിരഞ്ഞെടുപ്പിൽ ഇവർക്കെല്ലാവർക്കും, അതായത് 3 രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, അവരുടേതായിട്ടുള്ള കണക്കുകൂട്ടലുകളുണ്ട്. ആ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ അതൊക്കെ യാഥാർത്ഥ്യമാകുമോ, അല്ലെങ്കിൽ 2024 എന്നുള്ളത് CPMനും ഇടതുപക്ഷത്തിനും കൂട്ടുനിൽക്കുമോ, അല്ലെങ്കിൽ അത് കോൺഗ്രസിന് മെച്ചമാകുമോ, UDFിന് തുണയാകുമോ എന്നുള്ളതും ഇതൊന്നുമല്ല എങ്കിൽ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ CPMൻ്റെ കയ്യിൽ നിന്നും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നുമൊക്കെ സീറ്റുകൾ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് BJP വളരുമോ, BJPയുടെ വളർച്ചാ കാലമെന്ന് പറയപ്പെടുന്ന 2024 ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന 2024 BJPക്ക് അനുകൂലമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.